Hello everyone, welcome to Exam by Learning. NSE-JS എക്സാമിൽ കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചില ചോദ്യങ്ങളുടെ ഉത്തരമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒളിമ്പ്യാഡ് എക്സാമിലൊക്കെ ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യൂല, സ്വാഭാവികമായിട്ടും വരില്ല. അത്യാവശ്യം നല്ല ടഫുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളിലെ ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ആൻസർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ചാനലുണ്ട്. തീർച്ചയായിട്ടും ഒരു ഒളിമ്പ്യാഡ് എക്സാം എഴുതുന്ന വിദ്യാർത്ഥിക്ക് എന്തായിരിക്കും അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. ആ നിലക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ കെമിസ്ട്രിയിൽ വന്ന ഒരു പ്രോബ്ലം ഇതാണ്: ദ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ ഇൻ I3 മൈനസ്. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ നിങ്ങൾ മക്കൾക്കൊക്കെ അറിയാം, അയോഡിൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദർ ആർ 3 അയോഡിൻ ആറ്റം വിത്ത് എ നെഗറ്റീവ് ചാർജ്. ഒരു ആനിയോൺ ആണ്, ട്രൈ അയോഡൈഡ് അയോൺ എന്നാണ് വിളിക്കുക. ട്രൈ അയോഡൈഡ് അയോൺ. അതിൽ എത്ര ലോൺ പെയർ ഉണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലോൺ പെയർ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ 3 അയോഡിൻ ആറ്റം ഉണ്ട്. ദിസ് ഈസ് എ സെൻട്രൽ അയോഡിൻ ആറ്റം. ഒരു അയോഡിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുക മക്കളെ? നമുക്കറിയാം ഈ പറഞ്ഞ നോബിൾ ഗ്യാസിന്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഹാലജൻ ആണ് അത് അയോഡിൻ അല്ലെ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ അല്ലെ. അപ്പോൾ 17th ആണ് അതിന്റെ ഗ്രൂപ്പ് നമ്പർ. സ്വാഭാവികമായിട്ടും അതിലുള്ള ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 7 ആയിരിക്കും. നോബിൾ ഗ്യാസ് നമുക്കറിയാം 8 ആണ്, ഒക്ടറ്റ് ആണ്. ഈ പറഞ്ഞ ഹാലജൻസിന് 7 ഇലക്ട്രോൺ ആയിരിക്കും. സോ നമുക്കൊന്ന് വരയ്ക്കാം. 1 2 3 4 5 6 and 7. ഓക്കെ, 7 ഇലക്ട്രോൺസ് ആർ ദർ. ഈ പറഞ്ഞ അയോഡിൻ നെക്സ്റ്റ് അയോഡിൻ ആറ്റവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും അല്ലെ. 1 2 3 4 5 6 7. ഓക്കെ, സ്വാഭാവികമായിട്ടും അവിടെ ഒരു സിംഗിൾ ബോണ്ട് ഫോം ചെയ്താൽ മതി. ഒന്നാമത്തെ അയോഡിൻ ആറ്റം എന്തായി? സ്വന്തമായുള്ള 7 ഇലക്ട്രോൺസ് വിത്ത് സെൻട്രൽ ആറ്റം ആയിട്ടുള്ള അയോഡിൻ, അയാളുടെ ഒരു ഇലക്ട്രോണും കൂടി വരുമ്പോൾ ടോട്ടൽ 8. സ്വന്തമായുള്ള 7ഉം ഈ ആറ്റത്തിന്റെ ഒരു ഇലക്ട്രോണും. ഓക്കെ, സോ അവിടെ ഒറ്റ ഇലക്ട്രോൺ പെയർ ആണ് ബോണ്ട് ചെയ്തത്. ഇലക്ട്രോൺ ബോണ്ട് ചെയ്ത പെയറിനെ നമുക്ക് എന്ത് വിളിക്കാം? ബോണ്ട് പെയർ എന്ന് വിളിക്കാം. സോ ഇവിടെ ഒരു ബോണ്ട് പെയർ ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമതൊരു അയോഡിൻ ആറ്റം കൂടി ഉണ്ട് അല്ലെ. 1 2 3 4 5 6 7. ഓക്കെ, ഈ അയോഡിൻ എന്ത് ചെയ്യും? ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് സെൻട്രൽ അയോഡിൻ ആറ്റവുമായിട്ട് ഒരു ഇലക്ട്രോണിന് എന്ത് ചെയ്യും? കൊവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. അപ്പൊ ഇവിടെയും ഒരു ബോണ്ട് പെയർ. ടോട്ടൽ എത്ര ബോണ്ട് പെയർ? ടോട്ടൽ 2 ബോണ്ട് പെയർസ് ആർ ദർ. ഓക്കെ, ക്വസ്റ്റ്യൻ ബോണ്ട് പെയർ അല്ല, ഈ പറഞ്ഞ ബോണ്ട് ചെയ്യാതെ കിടക്കുന്ന ഇലക്ട്രോൺ പെയറുകൾ, അതിനെ നമ്മൾ എന്ത് വിളിക്കുക? ലോൺ പെയേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ, ലോൺ പെയർ എന്ന് വിളിക്കുക. അപ്പൊ നോക്കിക്കേ നിങ്ങൾ, ഇതാ ഇവിടെ എന്തുണ്ട്? ഒരു ലോൺ പെയർ. ദിസ് ഈസ് സെക്കൻഡ് ലോൺ പെയർ. ദിസ് ഈസ് തേർഡ് ലോൺ പെയർ. ഇവിടെ തന്നെ 3 ലോൺ പെയർ ആയി. Then next 4 lone pair, 5 lone pair, okay, 6 lone pair, 7 lone pair and എത്രയായി? ഇവിടെ ടോട്ടൽ എത്ര ആണ്? 7 അല്ലേ. ഒരു ഈ പറഞ്ഞ നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ആണ് ആരായിരിക്കും മക്കളെ? ഒരു ഇലക്ട്രോൺ ആയിരിക്കും അല്ലെ. ഒരു ഇലക്ട്രോൺ കൂടി കിട്ടുമ്പോൾ അവിടെയും എന്തായി? അടുത്ത ഒരു ഇലക്ട്രോൺ പെയർ കൂടി എക്സ്ട്രാ. അപ്പൊ ഈ സെൻട്രൽ ആറ്റത്തിനാണ് കേട്ടോ നെഗറ്റീവ് ചാർജ് ഉള്ളത്. സ്വന്തമായി 7 പ്ലസ് ആരുണ്ട്? ഒരു ഇലക്ട്രോൺ കൂടി വന്ന 8. ഓക്കെ, അപ്പൊ എന്തായി? ഇവിടെ 1 2 3 4 5 6 7 8 9. എത്ര ആയി മക്കളെ? ടോട്ടൽ 9. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 9 ലോൺ പെയർസ് ആർ ദർ. 9 ലോൺ പെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ മുകളിലും താഴെയും കിടക്കുന്ന ഓരോ അയോഡിന് 3 വീതം. പിന്നെയോ ഇവിടെ 2 ഉണ്ടായിരുന്നു. നെഗറ്റീവ് ചാർജും കൂടി വരുമ്പോൾ ടോട്ടൽ എത്രയായി? 3 ലോൺ പെയർ ആയി. അങ്ങനെ ടോട്ടൽ 9 ലോൺ പെയർസ് ആണ് ഉള്ളത്. റെഡി അല്ലേ? ഓക്കെ, മറ്റൊരു പ്രോബ്ലം നമുക്കൊന്ന് നോക്കാം. എമംഗ് ദ എലമെന്റ്സ് ഓഫ് അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ റെപ്രസെന്റ് ചെയ്യുക Z എന്നാണ്. ഫ്രം 1 to 92 നമുക്കറിയാം യുറേനിയം ആണ്. ദ എലമെന്റ്സ് ഹാവിംഗ് അറ്റോമിക് നമ്പർ ഡാഷ് ആൻഡ് ഡാഷ് ആർ നോട്ട് ഫൗണ്ട് ഇൻ നേച്ചർ. അപ്പൊ നേച്ചറിൽ ഫൗണ്ട് ചെയ്യാത്ത ഏതോ 2 അറ്റോമിക് നമ്പറുകൾ ഉള്ള എലമെന്റ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തവർക്ക് ഈ ആൻസർ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പൊ നമുക്കറിയാം യുറേനിയം വരെയാണ് നമ്മൾ സാധാരണ നാച്ചുറൽ എലമെന്റ് എന്ന് പറയാ. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92 ആണ്. അതിനുശേഷം വരുന്ന എലമെന്റുകളെ നമ്മൾ ട്രാൻസ് യുറേനിയം, അവർക്ക് എന്തായിരിക്കും? ഈ പറഞ്ഞ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്യപ്പെട്ട എലമെന്റ് ആയിരിക്കും ഉണ്ടാവുക ആഫ്റ്റർ 92. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ 92-ന് മുമ്പ് 2 പേര് മാത്രമാണ് എന്തുള്ളത്? ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളത്. ബാക്കിയുള്ള 90 എലമെന്റും എന്താണ്? നാച്ചുറൽ ആണ്. അപ്പൊ ആരൊക്കെയാണ് ഈ പറഞ്ഞ
ആർട്ടിഫിഷ്യൽ ആയിട്ട് യുറേനിയത്തിന് മുമ്പുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് ആരാണെന്ന് അറിഞ്ഞാൽ പോരാ, അവരുടെ അറ്റോമിക് നമ്പർ എന്ത് ചെയ്യണം, നമുക്ക് അറിയണം. മക്കൾക്ക് പറയാൻ പറ്റുമോ, അറിയോ ആരൊക്കെയാണ് യുറേനിയത്തിന് മുമ്പ് 2 ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെന്റ്? ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ എലമെന്റ് ഏതാണ്? ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ടെക്നീഷ്യം ആണ്. ടെക്നീഷ്യം. ഓക്കെ, ദിസ് ഈസ് ദ ടെക്നീഷ്യം. 43 ആണ് അറ്റോമിക് നമ്പർ. ടെക്നീഷ്യം എന്താണ് മക്കളെ? ഒരു ആർട്ടിഫിഷ്യൽ എലമെന്റ് ആണ്. പിന്നെ 92-ന് മുമ്പിൽ വരുന്നത് ഒരേ ഒരാളാണ്, 61 ആയിട്ടുള്ള പ്രോമിത്തിയം. അപ്പൊ 43 ഉണ്ട്, 61 ഉണ്ട്. പ്രോമിറ്റിയും ടെക്നീഷ്യവുമാണ് ഇതിന്റെ യുറേനിയത്തിന് മുമ്പുള്ളത്. ബാക്കിയുള്ളതൊക്കെ എന്താണ് നമുക്കറിയാം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം, ഇതൊക്കെ ഓൾറെഡി യുറേനിയത്തിന് ശേഷം വരുന്ന ആർട്ടിഫിഷ്യൽ എലമെന്റുകളാണ്. റെഡി? അപ്പൊ 43, 61 ആണ് ആൻസർ ആയിട്ട് വരിക. പക്ഷെ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ 43 കാണുന്നില്ല, 61 ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തോ ഇവിടെ സംതിങ് ഉണ്ട്. 43 ഇവിടെ ഇല്ല, ഇവിടെ 43 ഇല്ല, 61 മാത്രമാണ് ഓരോരുത്തരുള്ളത്. ഇത് 43 ആയിരുന്നെങ്കിൽ ഓപ്ഷൻ സി ആണ്. പക്ഷെ 43 ഇല്ലാത്തത് കൊണ്ട് തന്നെ നൺ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക വരിക. അപ്പൊ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ് കൊടുത്തതാണ്, ഇതിൽ ഏതുമല്ല. അപ്പൊ നമുക്ക് പീരിയോഡിക് ടേബിളിനെ കുറിച്ച് എന്ത് ചെയ്യണം മക്കളെ, ഒരു ഐഡിയ വേണം. ടെക്നീഷ്യം ആണെന്ന് അറിഞ്ഞാൽ പോരാ, ആ ടെക്നീഷ്യം എവിടെയാണെന്നുള്ളൊരു ഐഡിയ വേണം നമുക്ക് എപ്പോഴും. അതേപോലെ ഈ പറഞ്ഞ പ്രോമിത്തിയത്തെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് പീരിയോഡിക് ടേബിൾ എപ്പോഴും നമ്മുടെ ഒരു സ്റ്റഡി ടേബിൾ അവിടെ ഉണ്ടാവണം. അത് എല്ലാ ദിവസവും ഒന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവണം. ഒരു 5 എലമെന്റ്സ് വീതം എവിടെയൊക്കെയാണ്. ഇപ്പൊ അയോഡിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഈ പറഞ്ഞ ഒരു എന്താണ് 17th ഗ്രൂപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ മെർക്കുറി, അതേപോലെ ഗോൾഡ് ഒക്കെ ഈ പറഞ്ഞ എന്താണ് 12th ഗ്രൂപ്പ് അല്ലെങ്കിൽ 11th ഗ്രൂപ്പിലൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള ചെറിയൊരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ കുറിച്ച് പീരിയോഡിക് ടേബിളിലെ ഏകദേശം എല്ലാ എലമെന്റുകളെ കുറിച്ചും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ ഉത്തരം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പൊ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് മറ്റുള്ള വീഡിയോകളിൽ കാണാം. Thank you.